അലക്സ പള്ളി കോമ്പൗണ്ടിൽ ജൂതപ്പള്ളി നിർമ്മിക്കുവാൻ നീക്കം. ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ബെൻഗീറാണ് അലക്സയിൽ അതിക്രമിച്ചു കടന്ന് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. അറബ് ലീഗ് പ്രസ്താവനയെ ശക്തമായി അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ബെൻഗീറിനെ തള്ളി ഇസ്രായേൽ മന്ത്രിമാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരം നടപടികൾ ഇസ്രായേലിന്റെ സുരക്ഷയെ അപകടപ്പെടുത്തുമെന്നും ബെൻഗീറിനെ നിലയ്ക്ക് നിർത്തണമെന്നും പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അലക്സയുടെ ചരിത്രപ്രസിദ്ധമായ തൽസ്ഥിതിയിൽ മാറ്റം വരുത്തുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മുസ്ലിങ്ങൾക്ക് വിശുദ്ധ മസ്ജിദിൽ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം ഉണ്ടാവുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു. അപകടകരമായ പ്രവൃത്തികളുടെ പേരിൽ ചരിത്രം നിങ്ങളെ വിചാരണ ചെയ്യുമെന്ന് ബെൻഗീറിനോടായി യോവ് ഗാലന്റ് പറഞ്ഞു. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അലക്സയിൽ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം ഉള്ളത്. മുസ്ലിങ്ങൾ തങ്ങളുടെ മൂന്നാമത്തെ വിശുദ്ധ പള്ളിയായി കാണുന്ന മോസ്കാണ് അലക്സ. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് കാരണം ഇസ്രായേലിന്റെ അലക്സ കടന്നുകയറ്റമാണെന്നാണ് ഹമാസ് പറയുന്നത്.